കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തലസ്ഥാനത്ത് ഊഷ്മളമായി സ്വീകരണം ഏറ്റുവാങ്ങിയാണ്. ബി.ജെ.പി. സംസ്ഥാന കാര്യാലയത്തിലാണ് സുരേഷ് ഗോപി എത്തിച്ചേർന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ സ്ഥാനത്തെത്തിയ ശേഷമാണ് സംസ്ഥാന കാര്യാലയത്തിൽ എത്തിയിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് തലസ്ഥാനത്ത് ഊഷ്മളമായ സ്വീകരണം. ബി.ജെ.പി. സംസ്ഥാന കാര്യാലയത്തിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത്. അവിടെ ഉജ്ജ്വലമായ ഊഷ്മളമായ സ്വീകരണമാണ് നേതാക്കളും പ്രവർത്തകരും അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ ആസ്ഥാനത്തും അദ്ദേഹത്തിന് ഉജ്ജ്വലമായ സ്വീകരണം നൽകിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം സംസ്ഥാന കാര്യാലയത്തിൽ എത്തിയിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കേന്ദ്രമന്ത്രിയായ ശേഷം ആദ്യമായിട്ടാണ് സുരേഷ് ഗോപി തലസ്ഥാനത്തെത്തിയിരിക്കുന്നത്. അനന്തപുരിയിൽ അത്യുജ്വലമായ സ്വീകരണമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അനവധി പ്രവർത്തകരാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ, അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാൻ ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി ഓഫീസിലും ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന കാര്യാലയത്തിലും എത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് ബി.ജെ.പി. ജില്ലാ ഓഫീസിലെത്തിയ അദ്ദേഹം പ്രവർത്തകർക്കൊക്കെയും നന്ദി രേഖപ്പെടുത്തുകയുണ്ടായി. കേരളം മാറി ചിന്തിക്കുന്നതിൻ്റെ പ്രതിഫലനമാണ് തൃശ്ശൂരിൽ തനിക്ക് ലഭിച്ച അംഗീകാരം, തനിക്ക് ലഭിച്ച ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്തത് കേരളത്തിൻ്റെ ഒരു മാറുന്ന ചിന്താഗതിയുടെ മാറുന്ന ചിത്രം തന്നെയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ സംസ്ഥാന കാര്യാലയത്തിൽ നിന്നും ശാലിനി ചേരുകയാണ്. ശാലി, വലിയ സ്വീകരണമാണ് നേതാക്കളും പ്രവർത്തകരും സംസ്ഥാന കാര്യാലയത്തിലും അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. എത്രത്തോളം ഊഷ്മളമായ സ്വീകരണമാണ് അനന്തപുരിയുടെ മണ്ണ് കേന്ദ്രമന്ത്രിയായ ശേഷം ആദ്യമായി എത്തിയ സുരേഷ് ഗോപിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്? സൂചിപ്പിച്ചതുപോലെ തന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരുപക്ഷെ തലസ്ഥാനത്തേക്ക് എത്തുന്നത്. വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ തന്നെയാണ് ആ ഒരു വരവിന് വേണ്ടി തിരുവനന്തപുരത്ത് എത്തിയ പ്രവർത്തകർ ഒരുക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് സംസ്ഥാന കാര്യാലയത്തിലാണ്. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഒപ്പം തന്നെ അവരുടെ വിജയത്തിനൊക്കെ തന്നെ ഏറ്റവും പ്രാധാന്യം നൽകിയ ഒരു കേന്ദ്രമാണ് സംസ്ഥാന ഓഫീസ്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, ഒപ്പം തന്നെ ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കന്മാർ, മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ അടക്കമുള്ളവരാണ് ഇവിടെ അദ്ദേഹത്തിനെ സ്വീകരിക്കുകയും ചെയ്തത്. അല്പസമയം മുമ്പാണ് അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ കാര്യാലയത്തിൽ എത്തിയത്. അവിടെയും വിപുലമായ ഒപ്പം തന്നെ ആഘോഷപൂർവ്വമായ ഒരു സ്വീകരണം തന്നെയാണ് കേന്ദ്രമന്ത്രി, കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിക്കായി ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു ആഘോഷം തലസ്ഥാന ജില്ലയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെ രാത്രി 10:45 കൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ ആദ്യ പരിപാടി തിരുവനന്തപുരത്തെ ജില്ലാ കാര്യാലയത്തിലേക്കുള്ള സ്വീകരണമായിരുന്നു. ജില്ലാ കാര്യാലയത്തിൽ അദ്ദേഹത്തിനെ ജില്ലയുടെ മുതിർന്ന നേതാക്കന്മാർ അടക്കമുള്ളവർ സ്വീകരിച്ചു. അതിനുശേഷം അവിടെ മാധ്യമങ്ങളെ അദ്ദേഹം കണ്ടിരുന്നു. അതിനുശേഷമാണ് മധുരം
വിതരണം അടക്കം കഴിഞ്ഞതിന് ശേഷമാണ് BJPയുടെ സംസ്ഥാന ഓഫീസിലേക്ക് അദ്ദേഹം എത്തിയിട്ടുള്ളത്. ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ അദ്ദേഹത്തിനെ സ്വീകരിച്ച് കെ സുരേന്ദ്രന്റെ ഓഫീസിലേക്ക് അദ്ദേഹം പോയിരിക്കുകയാണ്. അവിടെ സീക്രട്ട് ചർച്ചകൾ അല്ലെങ്കിൽ രഹസ്യമായുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അല്പസമയം മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോഴും തിരുവനന്തപുരം മാത്രമല്ല, അല്ലെങ്കിൽ ആലപ്പുഴ മാത്രമല്ല, തൃശ്ശൂർ മാത്രമല്ല, തൃശ്ശൂരിന്റെ MP ആണ് എങ്കിൽ പോലും കേരളത്തിന്റെ മുഴുവൻ MP ആയി, കേരളത്തിന്റെ മുഴുവൻ കേന്ദ്രമന്ത്രിയായി താൻ പ്രവർത്തിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഒപ്പം തന്നെ സന്തോഷമൊക്കെ തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കുവെക്കുകയുണ്ടായി. ഒപ്പം തന്നെ തമിഴ്നാട്ടിലേക്കും അദ്ദേഹം പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നുള്ള സൂചന കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള അംഗസംഖ്യ കുറവായതുകൊണ്ട് തന്നെ അവിടെയും അദ്ദേഹത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. മാധ്യമങ്ങൾക്ക് ചില വിമർശനങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. താൻ പറഞ്ഞ ചില കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ച് ചില പ്രവർത്തനങ്ങളും ചില ഇടപെടലുകളും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനി ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് താൻ അകലും, അല്ലെങ്കിൽ മാധ്യമങ്ങളെ അകറ്റി നിർത്തും എന്നൊരു സൂചന കൂടി അദ്ദേഹം നൽകുകയുണ്ടായത്. ഒപ്പം അദ്ദേഹം തിരുവനന്തപുരം അദ്ദേഹത്തിന്റെ ആത്മാവാണ്, അദ്ദേഹത്തിന്റെ ഗുണവും മണവും എല്ലാം തിരുവനന്തപുരത്ത് ആണ് എന്ന് അദ്ദേഹം ഊട്ടിയുറപ്പിക്കുന്ന ചില പരാമർശങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട്. ദക്ഷിണ ആണ് തിരുവനന്തപുരം എന്നുള്ളത്. സ്വാഭാവികമായും തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് തനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യും എന്നുള്ളൊരു ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. തൃശ്ശൂരിൽ നൽകിയ ആദരവും ഒപ്പം തന്നെ അംഗീകാരവുമാണ് തനിക്ക് പാർലമെന്റിൽ കിട്ടിയത്. ചില പൂർണ്ണ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയാണ്, ഒപ്പം തന്നെ വലിയ ഉത്തരവാദിത്തമാണ് കേന്ദ്രം തന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അത് പരമാവധി താൻ ഉപയോഗപ്പെടുത്തും. കേരളത്തിന് വേണ്ടി ഒരു കേന്ദ്രമന്ത്രിയായി താൻ പ്രവർത്തിക്കും എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കി. രാവിലെ BJP ജില്ലാ ആസ്ഥാനത്താണ് അദ്ദേഹം എത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ സംസ്ഥാന കാര്യാലയത്തിലും അദ്ദേഹം എത്തിയിരിക്കുന്നത്. ശാലിനി പറഞ്ഞത് പോലെ തന്നെ വലിയ സ്വീകാര്യതയാണ് ഈ രണ്ട് സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് പ്രവർത്തകരും നേതാക്കളും നൽകിയത്. ഇന്ന് പ്രധാനമായും മറ്റ് അദ്ദേഹത്തിൻ്റെ കാര്യപരിപാടികൾ ജില്ലയിൽ ഏതൊക്കെയാണ്? സുരേഷൻ, അത് സൂചിപ്പിച്ചതുപോലെ തന്നെ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് പോകുന്നതിന് മുൻപ് അദ്ദേഹം തിരുവനന്തപുരത്തെ ഈ സംസ്ഥാന കാര്യാലയത്തിൽ എത്തിയിരുന്നു. അന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒപ്പം തന്നെ മുൻ കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ അടക്കമുള്ളവരായിരുന്നു അന്ന് അദ്ദേഹത്തിനെ ഇവിടെ സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഡൽഹിക്ക് പോയി കേന്ദ്ര സഹമന്ത്രി സ്ഥാനമൊക്കെ ലഭിച്ചതിന് ശേഷം അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. സ്വാഭാവികമായും വളരെ ആവേശോജ്വല സ്വീകരണം തന്നെയാണ് തിരുവനന്തപുരം നഗരം അദ്ദേഹത്തിന് ഒരുക്കിയിട്ടുള്ളത്. നിലവിൽ നമുക്കറിയാൻ സാധിക്കുന്ന രാവിലത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ സന്ദർശനം, അതിനുശേഷം 11 മണിയോടുകൂടിയുള്ള ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലുള്ള സന്ദർശനവും കൂടിക്കാഴ്ചയുമാണ്. അതിനുശേഷം നിലവിൽ കാര്യമായ അദ്ദേഹത്തിന്റെ പരിപാടികൾ മാധ്യമങ്ങൾക്ക് ലഭ്യമായിട്ടില്ല എങ്കിൽ പോലും പൗരപ്രമുഖരുമായും രാഷ്ട്രീയ പ്രമുഖരുമായും ചില ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളും അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് സന്ദർശിക്കുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും സമഗ്രമാറ്റം തലസ്ഥാനത്തിനും ഒപ്പം തന്നെ സംസ്ഥാനത്തിനും ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടി അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് ദിവസത്തേക്ക് മാത്രമാണ് അദ്ദേഹം തലസ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും ആ ചുരുങ്ങിയ സമയം കൊണ്ട് പരമാവധി വോട്ടർമാരിലേക്കും പരമാവധി NDA പ്രവർത്തകരിലേക്കും മുതിർന്ന നേതാക്കന്മാരുടെ അരികിലേക്കും എത്തുക എന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായും ഊന്നൽ നൽകുന്നത്. അതിനിടയിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ഒപ്പം തന്നെ ചില മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ചില വാർത്തകൾ, ഇതൊന്നും ശ്രദ്ധിക്കാൻ തനിക്ക് സമയമില്ല, അത്തരത്തിലുള്ള കാര്യങ്ങളോട് താൻ ചെവി കൊടുക്കില്ല എന്നുള്ള കാര്യം കൂടി സുരേഷ് ഗോപി ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായി അദ്ദേഹം ഈ ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം താഴേക്ക് ഇറങ്ങി വരും. BJPയുടെ മുതിർന്ന നേതാക്കന്മാരടക്കമുള്ളവരിവിടെയുണ്ട്. ഇവിടെയും അദ്ദേഹത്തിന് വിപുലമായ സ്വീകരണവും ഷോളണീക്കിലും ഒക്കെ ഉണ്ടാകും. വിവിധ ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. NDAയുടെ എല്ലാ സഖ്യകക്ഷികളും ഇവിടെ അദ്ദേഹത്തിന് ആദരം നൽകാനും ഒപ്പം തന്നെ അദ്ദേഹത്തിനെ ആദരിക്കാനും കാണാനും ഒക്കെയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ MP എന്നുള്ള അംഗീകാരം ഒപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രി എന്ന ആവേശം, അതൊക്കെയാണ് NDA ക്യാമ്പിന് അദ്ദേഹത്തിന്റെ വരവോടുകൂടിയും അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനലബ്ധിയോടുകൂടിയും പ്രകടമായിട്ടുള്ളത്. അതെന്തായാലും ആഘോഷമാക്കുകയാണ് തലസ്ഥാനവും NDAയുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റി ഓഫീസുകളും മുതിർന്ന നേതാക്കന്മാരും. സുരേഷ്, മന്ത്രിയായ ശേഷം ആദ്യമായി അനന്തപുരിയിലെത്തിയ തിരുവനന്തപുരത്തെത്തിയ സുരേഷ് ഗോപിക്ക് ഉജ്ജ്വലമായ ഊഷ്മളമായ സ്വീകരണമാണ് നേതാക്കളും പ്രവർത്തകരും നൽകിക്കൊണ്ടിരിക്കുന്നത്. BJP സംസ്ഥാന കാര്യാലയത്തിൽ നിന്നും ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.